ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു സിമ്പിൾ കുക്കർ എഗ് ബിരിയാണി തയ്യാറാക്കിയാലോ? അതിനായിട്ട് ആവശ്യമായ സാധനങ്ങൾ 3 സവാള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ വൃത്തിയാക്കി വെക്കാം. എന്നിട്ട് ജാറിലോട്ട് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ചതച്ച് മാറ്റി വെക്കാം. ശേഷം കുക്കർ അടുപ്പിൽ വെച്ച് നെയ്യ് ഒഴിച്ച് നെയ്യ് നല്ലതുപോലെ ചൂടാകുമ്പോൾ ഓൾ സ്പൈസസും ഇട്ട് മൂപ്പിച്ച് അരഞ്ഞു വെച്ചിരുന്ന സവാളയും ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഉപ്പിടുമ്പോൾ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. ശേഷം ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അരി നന്നായിട്ട് കഴുകി നമുക്ക് മാറ്റി വെക്കാം. ശേഷം തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടത് പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വഴറ്റണം. അതിലോട്ട് 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് വീണ്ടും പച്ചമുളക് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ശേഷം കുറച്ച് തൈരും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് കൂട്ടി ഇളക്കി കുറച്ച് മല്ലിയിലയും പുതിനയിലയും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഗ്രേവി സെറ്റാക്കി എടുക്കാം. ഇനി നമുക്ക് കഴുകി വെച്ചേക്കുന്ന അരി ഇടാം. 2 ഗ്ലാസ് അരിക്ക് 3.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അരി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി അരപ്പ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് എണ്ണയിൽ കുറച്ച് കശുവണ്ടി ഉണ്ടായിരുന്നു, അതും ഇട്ട് 2-3 ഡ്രോപ്പ് എസൻസും ഒഴിച്ച് എന്നിട്ട് പുഴുങ്ങി വെച്ചേക്കുന്ന 3 മുട്ടയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ അടുപ്പിൽ വെച്ച് 2 വിസിൽ കേൾപ്പിച്ചെടുക്കാം. എന്നിട്ട് കുക്കറിൻ്റെ ആവി തനിയെ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എഗ് ബിരിയാണി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒറ്റയൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ചോറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അതിന് കുറച്ച് ചോറും അതിൻ്റെ മുകളിലായിട്ടൊരു മുട്ടയും കുറച്ച് സലാഡും അച്ചാറും പപ്പടവും ഒക്കെ വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെരി ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുക്കർ ബിരിയാണിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.